നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേലക്കര ജയിക്കേണ്ടി. പാലക്കാടായില്ലല്ലോ. പാലക്കാട് ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രം ജയിക്കും, ഒരു സംശയമില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള മെട്രോമാൻ ശ്രീധരന്റെ വോട്ട് ഇപ്രാവശ്യം BJP കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മതനിരപേക്ഷ ഉള്ളടക്കത്തെ കണ്ടുകൊണ്ട് BJP ജയിക്കുമോ എന്ന ഒരു സംശയത്തിൽ ഒരു വിഭാഗം മതനിരപേക്ഷവാദികളുടെ വോട്ട് ഷാഫി പറമ്പിന് കിട്ടിയിട്ട് അത് ഇപ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല. BJP 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ജയസാധ്യതയാണ് പാലക്കാട് ഉള്ളത്. അതാണ് അതിന്റെ കാര്യം. പാലക്കാട് പോകുന്നു. അല്ല, എന്താ ചേരാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേരാൻ അവിടെ വിശദീകരിക്കും. ഇപ്പിയോട് പാർട്ടി എന്തെങ്കിലും വിശദീകരണം ചോദിച്ചിട്ടില്ല? ഇല്ല, നിരീക്ഷണം ചോദിക്കേണ്ട കാര്യം. പക്ഷെ ഇപ്പൊ പുറത്തു വരുന്നൊരു വാർത്ത, EP ആ കഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയത് ദേശാഭിമാനിലെ കണ്ണൂർ ബ്യൂറോ ചീഫായിട്ടുള്ള M. രഘുനാഥ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനാണ്. അതുമായി ബന്ധപ്പെട്ട് ആ മാധ്യമപ്രവർത്തകനോട് പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിലെന്തെങ്കിലും ഇല്ല, യാതൊരു യാഥാർത്ഥ്യമില്ല. നമ്മളെ പാർട്ടിയെ ചോദിച്ചില്ല. ഇനി ഏത് പാർട്ടിയാണ് ചോദിച്ചെന്ന് എനിക്കറിയില്ല. നമ്മൾ CPM ചോദിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരിശോധനയിലേക്ക് പോയിട്ടുണ്ടോ? അല്ല, എന്തിനാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ തന്നെ ഞാനത് വ്യക്തമാക്കി. അതിന്റെ അപ്പുറത്ത് ഇനിയിപ്പം കിടക്കുന്ന പ്രശ്നമില്ല. എന്തിനാണ് വിശദീകരണം ചോദിക്കേണ്ട കാര്യം? ഒരു കാര്യം